അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഉണ്ട്. സാധാരണ എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ, ഈ ക്ലാസ്സിൽ നിന്ന് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം. കാരണം ഇതിൻ്റെ അവസാനത്തിൽ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചർച്ച ചെയ്യുന്നുണ്ട്. മുൻപത്തെ പരീക്ഷയിൽ വന്നതും അതുപോലെ തന്നെ വരാൻ സാധ്യതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ട് ക്ലാസ് കേൾക്കുക. then അടുത്ത ക്ലാസ് മുതൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിരിക്കുള്ള ക്ലാസ്. കാരണം ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിലും പ്രധാനമായിട്ടും വരുന്ന പ്രോബ്ലം, അത് എക്സാമിന് എങ്ങനെ വന്നു, അതുമായി ബന്ധപ്പെട്ട എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും ഇനി അടുത്ത ക്ലാസ് മുതൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള അക്കൗണ്ടിങ് ചെയ്യുന്ന എല്ലാവരും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണം. ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാവൽ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ യൂണിഫോമിറ്റി ഉണ്ടാവുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത കുറച്ച് പ്രിൻസിപ്പിൾസും അസംഷൻസൊക്കെ ഉണ്ട്. ഇതിനെല്ലാം പൊതുവെ പറയുന്ന പേരാണ് ഗ്യാപ്പ് എന്ന ചുരുക്കത്തിൽ, അഥവാ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അഥവാ ദ റൂൾസ് and guidelines to be followed while recording transaction and preparing final account is termed as a generally accepted accounting principles. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇടപാടുകൾ എഴുതി വെക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ നടത്തുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണെന്ത്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. പ്രധാനമായിട്ടും ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം 4 തരത്തിൽ തിരിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അക്കൗണ്ടിങ് അസംഷൻസ്, മറ്റൊന്ന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മൂന്നാമത്തത് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്, നാലാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഓരോന്നിലൊക്കെ ഇപ്പോൾ പോവാം അല്ലേ. ഒന്നാമത് നോക്ക്, അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് അക്കൗണ്ടിങ് എൻറ്റിറ്റിയാണ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി ഈ ഒരു തത്വപ്രകാരം പറയുന്നത് ബിസിനസ് യൂണിറ്റ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദി ഓണർ. അഥവാ ബിസിനസ്സിൻ്റെ ഉടമസ്ഥനും ബിസിനസ്സും രണ്ടാണ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളും ഉടമസ്ഥൻ്റെ പ്രവർത്തനവും രണ്ടായിട്ട് കാണണം എന്നാണ് പറയുന്നത്. ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടമസ്ഥം കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. കാരണം ഈ ഒരു ക്യാപിറ്റൽ ഉടമസ്ഥം കൊണ്ടുവന്ന ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ ബിസിനസ് യൂണിറ്റ് ബാധ്യസ്ഥമാണ്, അല്ലെങ്കിൽ അവർ തിരിച്ചു കൊടുക്കണം എന്നൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിസിനസ് ഈ ഓണറെ ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ. അപ്പോൾ ഈ ഒരു സങ്കല്പ പ്രകാരം പറഞ്ഞത്രേ ഉള്ളൂ, ദ ബിസിനസ് യൂണിറ്റ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദി ഓണർ. ബിസിനസ്സിന് സ്വന്തമായിട്ട് അതിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട് എന്നാണ് ഈ ഒരു സങ്കല്പ പ്രകാരം പറയുന്നത്. ബിസിനസ്സിൻ്റെ ഉടമസ്ഥം രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇത് പ്രകാരം പറയുന്നത്. അപ്പോൾ ഒന്നാമത്താണ് എന്ത്? അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്താണ് എന്ത്? ഗോയിങ് കൺസേൺ. എന്താണ് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ദ ബിസിനസ് ഹാസ് എ ഇൻഡെഫിനിറ്റ് ലൈഫ്. അഥവാ ബിസിനസ് ഒരുപാട് കാലം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള സങ്കല്പമാണ് ഇതിൽ പറയുന്നത്. ബിസിനസ് ഭാവിയിലും ഒരുപാട് കാലം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള സങ്കല്പമാണ് ഗോയിങ് കൺസേൺ പറയുന്നത്. അപ്പോൾ അടുത്ത കാലത്തൊന്നും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയില്ല, അവസാനിപ്പിക്കുകയില്ല എന്നാണ് ഈ സങ്കല്പ പ്രകാരം പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് സ്ഥാപനം പ്രൊവിഷനൊക്കെ നൽകുന്നത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ്, അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വെക്കുക. അതിനർത്ഥം ഭാവിയിലും സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും,
ഒരുപാട് കാലം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഇതെല്ലാം അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ രണ്ടാമത്താണ് എന്ത് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ. മണി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പണത്തിൻ്റെ അളവുകോൽ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ബിസിനസ് സ്ഥാപനത്തിൽ പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തി വെക്കുള്ളൂ എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്ന, തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ കുറച്ച് ഭൂമിയുണ്ട്, ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ 4 വെഹിക്കിൾ ഉണ്ട്, 50,000 രൂപയുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്പരത്തിൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷെ ഒരു കോമൺ ബേസ് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ലക്ഷത്തിൻ്റെ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഭൂമിയുണ്ട്, അതുപോലെ തന്നെ 2 ലക്ഷത്തിൻ്റെ വാഹനങ്ങളുണ്ട്, ബിസിനസ് വേറെ കുറച്ച് ക്യാഷ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പരസ്പരം ആഡ് ചെയ്യാൻ പറ്റും പരസ്പരം. അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ വാല്യൂ നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് സ്ഥാപനത്തിൽ പണത്തിൻ്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ, പണത്തിൻ്റെ മൂല്യത്തിൽ തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതി വെക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്, അഥവാ മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഇനി അടുത്താണ് അക്കൗണ്ടിങ് പീരിയഡ്. അഥവാ എന്തിനാണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് ചോദിച്ചാൽ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലം അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കാലയളവാണ് എന്ത് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറഞ്ഞാൽ. ബിസിനസ്സിൻ്റെ പ്രവർത്തന ഫലം അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കാലയളവ് ഉണ്ടാകും. അതിനാണ് എന്ത് പറയുക അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. നോർമലി നമുക്കറിയാം, സാധാരണ നമ്മളെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ഓഫ് നെക്സ്റ്റ് ഇയർ. ഏപ്രിൽ ടു മാർച്ച്, അതുപോലെ തന്നെ ജനുവരി ടു ഡിസംബർ, ഇതെല്ലാം അക്കൗണ്ടിങ് ഇയർ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് അസംഷൻസ്, സങ്കല്പങ്ങൾ. അക്കൗണ്ടിങ്ങിൻ്റെ അസംഷൻസിൽ വരുന്ന 4 കാര്യങ്ങളൊന്ന് അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രകാരം പറയുന്നതാണ് ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദി ഓണർ. ബിസിനസ്സിൻ്റെ ഉടമസ്ഥന് വേറെ, അതുപോലെ തന്നെ ഓണർ വേറെയാണ്. രണ്ടാമത് പറയുന്നത് ഗോയിങ് കൺസേൺ, ബിസിനസ്സിൽ ഭാവിയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, നിയറസ്റ്റ് ഭാവിയിൽ അത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല എന്നുള്ളതാണ് ഗോയിങ് കൺസേണിലൂടെ പറയുന്നത്. മൂന്നാമത്തെ മണി മെഷർമെൻറ്റ്, അഥവാ പണത്തിൻ്റെ രൂപത്തിൽ, പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൽ രേഖപ്പെടുത്തി വെക്കുള്ളൂ. നാലാമത്തെ അക്കൗണ്ടിങ് പീരിയഡ്, ബിസിനസ്സിൻ്റെ പ്രവർത്തന ഫലം അറിയുന്നതിനുള്ളൊരു കാലയളവാണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 അക്കൗണ്ടിങ് അസംഷൻസിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി രണ്ടാമത് നോക്കാം നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ആദ്യമായിട്ട് വരുന്ന ഡുവൽ ആസ്പെക്റ്റ്. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ, ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. ഇത് പ്രകാരം പറയുന്നത് എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡുവൽ ആസ്പെക്റ്റ്, റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ്. എല്ലാ ഇടപാടുകൾക്കും മിനിമം 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ആയിരിക്കും, ഒന്ന് ഗിവിങ് ആസ്പെക്റ്റ് ആയിരിക്കും, അഥവാ ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, ഒന്ന് ക്രെഡിറ്റ് ആയിരിക്കും. ഇത് പ്രകാരം പറയുന്നത് എവരി ഡെബിറ്റ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഡെബിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ക്രെഡിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഡെബിറ്റ് ഉണ്ടാവും. ഈ ഡുവാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ നമുക്കറിയാലേ, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അസറ്റ് ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി അല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി, അഥവാ കമ്പനിയുടെ ആസ്തിക്ക് തുല്യമായിരിക്കും അവിടുത്തെ എന്ത് ടോട്ടൽ ഇക്വിറ്റി, അഥവാ ഓണേഴ്സ് ഇക്വിറ്റി, അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റിയും. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷനും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡുവാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും ഈ ഒരു ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് എന്ത് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ, ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. അതിൽ പ്രകാരം പറയുന്ന എല്ലാ ഇടപാടുകൾക്കും മിനിമം 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന് ഡെബിറ്റ് ആണ്, മറ്റൊന്ന് ക്രെഡിറ്റ് ആണ്, അഥവാ ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റ്. ഇനി അടുത്തത് പറയും നോക്കൂ, റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. റവന്യൂ റിയലൈസേഷൻ, അപ്പോൾ ഒരു സ്ഥാപനത്തിൽ റവന്യൂ ഉണ്ടാവാം, അത് അവരുടെ പ്രോഡക്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് വിൽക്കുന്നതിലൂടെയാണ് റവന്യൂ കിട്ടുക അല്ലേ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയണം എന്താണെന്ന് ചോദിച്ചാൽ, ദ പോയിൻ്റ് ഓഫ് ടൈം
വെൻ ദി റവന്യൂ ഈസ് റിയലൈസ്ഡ്. റവന്യൂ റിയലൈസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. റവന്യൂ റിയലൈസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ടൈം ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഏതെങ്കിലും ഒരു സാധനം ഒരു സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഒരു സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം എത്തുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ എത്തുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈം റവന്യൂ റിയലൈസ്ഡ് ആകുന്നത് എന്നാണ് പറയുന്നത്. ആകത്തുകയായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വരവ് ചെലവുകൾ ക്രമീകരിക്കുമ്പോൾ പ്രസ്തുത അക്കൗണ്ടിങ് ഇയറിൽ ഈടാക്കാൻ പറ്റുന്ന തുകയെ മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എന്ത് ചെയ്യുന്നത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിലൂടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഡ്വാൻസ് തുകകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസായി ലഭിക്കുന്ന തുകകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുകയില്ല എന്നാണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിലൂടെ പറയുന്നത്. ഓക്കെ, അതാണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദി റവന്യൂ ഏൺഡ് ദി സെയിം അക്കൗണ്ടിങ് പീരിയഡ്. നമ്മൾ ലാഭവും നഷ്ടവും കണക്കാക്കാൻ വേണ്ടി ഓരോ വർഷത്തെയും ചെലവ് വരവുകൾ പരിശോധിക്കുമ്പോൾ പ്രസ്തുത അക്കൗണ്ടിങ് ഇയറിലെ ചെലവും വരവുകളും ആയിരിക്കണം പരസ്പരം കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഈ തത്വപ്രകാരം പറയുന്നത് ബിസിനസ്സിൻ്റെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് നേടിയെടുക്കാൻ പറ്റുന്ന വരവിന് ആനുപാതികമായിരിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷം ലഭിക്കാനുള്ളതും അതുപോലെ തന്നെ നൽകാനുള്ളതും പരിഗണിക്കണം എന്നുകൂടി ഇതിലൂടെ പറയുന്നുണ്ട്. ഈ ഒരു മാച്ചിങ് പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. ഇനി അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ പറഞ്ഞാൽ നമുക്കറിയാം അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ, ഒരുപാട് അക്കൗണ്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാർട്ടീസ് ഓഫ് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനൽ അക്കൗണ്ട് നൽകുന്ന വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നൽകപ്പെടുന്ന വിവരങ്ങൾ എന്തായിരിക്കണം, യാഥാർത്ഥ്യ ബോധമുള്ള കാര്യങ്ങളായിരിക്കണം. ഒരു തരത്തിലുള്ള ബയാസും മിസ്റ്റേക്കും അതിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിലൂടെ പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. അതിനെങ്ങനെയായിരിക്കണം, കൃത്യമായ സത്യസന്ധമായ വിവരങ്ങളായിരിക്കണം നൽകേണ്ടതെന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിലൂടെ പറയുന്നത്. അടുത്താണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് അല്ലേ. മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ആദ്യം പറയുന്നത് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി ആണ് എന്താ, ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മുഖ്യമായ എന്നൊക്കെ അർത്ഥം വരുന്നത്. എന്താണ് ഇതിലൂടെ പറയുന്നത്, അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കണം അക്കൗണ്ടിങ് നൽകേണ്ടത്. മെറ്റീരിയൽ, അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും ഏതാണ് മെറ്റീരിയൽ ഏതാണ് ഇമ്മെറ്റീരിയൽ, പ്രധാനപ്പെട്ടതും പ്രധാനമല്ലാത്തതും ഏതൊക്കെയാണെന്നുള്ളൊരു സംശയം ഉണ്ടാവും. സാധാരണ ബിസിനസ്സിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഇൻഫർമേഷനെ പറയുന്നതാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അഥവാ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ബിസിനസ്സിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷനാണെന്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അപ്പോൾ നൽകുന്ന വിവരങ്ങൾ എന്തായിരിക്കും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അക്കൗണ്ടിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ നൽകുന്ന വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കണം നൽകേണ്ടത്. അഥവാ കൃത്യമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള ഇൻഫർമേഷൻസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളൂടെ പറയുന്നത്. അടുത്താണ് കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്ഥിരത. ഇതിലൂടെ പറയുന്നത് വെച്ചാൽ അക്കൗണ്ടിങ് ഓരോ വർഷവും ഒരു ബിസിനസ് സ്ഥാപനം ഫോളോ ചെയ്യുന്ന പോളിസി പ്രാക്ടീസസ് അതുതന്നെ ആയിരിക്കണം വരുന്ന കാലങ്ങളിലും അവർ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യാം, മാർക്കറ്റ് വാല്യൂ ഒരു കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലെസ് അല്ല. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ്റെ മെത്തേഡാണ് എന്ത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു വർഷം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തുടർന്നുള്ള വർഷങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും ഒരു പോളിസി ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന വർഷങ്ങളിലും അതേ നയം തന്നെ ആയിരിക്കണം സ്വീകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഉദാഹരണമാണ് എന്ത് പറഞ്ഞത്, ഇപ്പോൾ ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് ആണെങ്കിൽ ഒരു വർഷം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചാൽ അടുത്ത വർഷം എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. ഒരു സ്ഥിരത വേണം, എങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ.
വർഷങ്ങൾ തമ്മിൽ ഓരോ വർഷത്തെയും പെർഫോമൻസ് പരസ്പരം കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടാവണമെന്നാണ് അതിലൂടെ പറയുന്നത്. ഓക്കെ, അടുത്താണ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം യാഥാസ്ഥികത എന്ന പേര്, യാഥാസ്ഥികത എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനൊരു മറ്റൊരു പേരാണ് പ്രൂഡൻസ്. ഇതിന് മറ്റൊരു പേരാണ് പ്രൂഡൻസ്. അപ്പോൾ എന്താണ് പ്രൂഡൻസ് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ മറ്റൊരു പേരാണ് പ്രൂഡൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ബട്ട് പോസിബിൾ ലോസസ് ആർ ടു ബി കൺസിഡേർഡ്. അത് നമുക്ക് ഭാവിയിൽ വന്നേക്കാവുന്ന ലാഭങ്ങളെ, വന്നേക്കാവുന്ന നേട്ടങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിലും വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ തീർച്ചയായിട്ടും പരിഗണിക്കണമെന്നാണ് ഈ ഒരു കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഈ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നേട്ടങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ കൃത്യമായിട്ട് പരിഗണിക്കണം എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ആ ഒരു ബിസിനസ്സിൽ ലാഭവും ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും എന്ന ബോധത്തോടെ ആയിരിക്കണം ബിസിനസ്സിൻ്റെ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ പ്ലേയിങ് സേഫ്, ഈ ഒരു പോളിസി സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ പ്ലേയിങ് സേഫ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്ലേയിങ് സേഫ് എന്ന പോളിസി ഏത് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാതെ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ അഥവാ പ്രൂഡൻസ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട പോളിസിയാണിത് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഇനി അവസാനത്തെ പറഞ്ഞാൽ ടൈം ലൈനസ് അല്ലേ, മോഡിഫൈങ് പ്രിൻസിപ്പിൾ ഏറ്റവും അവസാനത്താണ് ടൈം ലൈനസ്. ഇതിൽ പ്രകാരം പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു ദി യൂസേഴ്സ് അറ്റ് ദി റൈറ്റ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ഒരുപാട് ടീമിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു വിവരങ്ങൾ കൃത്യമായ സമയത്ത് നൽകിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായ സമയത്ത് കിട്ടിയെങ്കിൽ മാത്രമേ അത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അത് സഹായിക്കുള്ളൂ. അതുകൊണ്ട് കൃത്യമായുള്ള വിവരങ്ങൾ, അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ കൃത്യമായ സമയത്ത് നൽകണം എന്നുള്ളതാണ് ടൈം ലൈനസിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ പറയുന്നത് അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട് പലതും. ഏത് പ്രിൻസിപ്പിളാണ് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നും അറിഞ്ഞിരിക്കണം. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ അസംഷൻസ് 4 പറഞ്ഞു. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ദെൻ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ അത്ര വരാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ്. ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ 1ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എടുത്ത ചാപ്റ്ററും. ഈ 2 ചാപ്റ്ററിലും തൊട്ട് മുമ്പ് നടന്ന വർഷങ്ങളിലെ എക്സാമിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഈ ഒരു ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഒരുപാട് 1 വേർഡ് മാർക്കൊക്കെ അധികം ചോദിക്കാറുണ്ട് ഈ 2 ചാപ്റ്റർ. തിയറി ആയതുകൊണ്ട് 1 വേർഡ് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. ഇപ്പോൾ ഒരു കഴിഞ്ഞ 4 വർഷത്തെ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന രീതികളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നുള്ള 1 വേർഡ് 1 മാർക്കിന് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 2017 ചോദിച്ച ഒരു ചോദ്യം ആദ്യം വരുന്നു. റൈറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് ടേംഡ് ആസ് എ, അഥവാ ഇൻടാഞ്ചിബിൾ അസറ്റ് എഴുതി തള്ളുന്നതിനെ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സൂചിപ്പിക്കുന്നത്? ഡിപ്രീസിയേഷൻ ആണോ, ഡിപ്ലഷൻ ആണോ, ഒബ്സലസൻസ് ആണോ, അമോർട്ടൈസേഷൻ ആണോ? ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ സൂചിപ്പിക്കുന്നത് അമോർട്ടൈസേഷൻ എന്നാണ്. അഥവാ ഗുഡ് വില്ല്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് പറയുന്ന പേര് അമോർട്ടൈസേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ഫിക്സഡ് ടാഞ്ചിബിൾ അസറ്റായ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ തുടങ്ങിയ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതാണ് ഡിപ്രീസിയേഷൻ. ഡിപ്ലഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വേസ്റ്റിംഗ് അസറ്റ്, കോറി, മൈൻസ്, അതുപോലെ ഓയിൽ ഫീൽഡ് തുടങ്ങിയ വേസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതാണ് ഡിപ്ലഷൻ. ഒബ്സലസൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന വിലയിടിവാണ് ഒബ്സലസൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അഥവാ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം അസറ്റിൻ്റെ വാല്യൂ കുറയാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഒബ്സലസൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസിഫൈ ദി ഫോളോയിങ് അസറ്റ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്. ക്യാഷ്, മെഷീനറി, ലാൻഡ്, സ്റ്റോക്ക്. ഇത് കാണുമ്പോൾ തന്നെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 4ഉം അസറ്റാണ്, പക്ഷേ
ക്യാഷും സ്റ്റോക്കും കറണ്ട് അസറ്റാണ്, മെഷീനറി ലാൻഡ് എന്നുള്ളത് ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ നമുക്ക് ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹെഡായിട്ട് തിരിക്കുക, അതിന് താഴെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്, ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ ടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് ഉത്തരം കണ്ടെത്താം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് കുറച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഏതാണോ ചെറുത് അതുമായിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാല്യൂ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളതാണ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം, ആ ഒരു പ്രിൻസിപ്പിളാണ് അതിനോട് യോജിക്കുന്നത്. അടുത്ത് പറയുന്നത് എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് ടു ആസ്പെക്റ്റ്, എല്ലാ ഇടപാടുകൾക്കും രണ്ട് ഘടകങ്ങളുണ്ടാവും. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണത്. അതിനർത്ഥം ഡുവാലിറ്റി പ്രിൻസിപ്പിൾ, ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിളാണ് അതുമായി ബന്ധപ്പെട്ടത് അല്ലേ. അടുത്തത് ആൾ ബിസിനസ് ഇവൻറ്റ് നോട്ട് റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ്, അഥവാ എല്ലാ ബിസിനസ് ഇവൻറ്റുകളും ബിസിനസ്സിൽ രേഖപ്പെടുത്തുന്നില്ല. അത് ഏതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ പറ്റുക? നമുക്കറിയാം ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടൈം, പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതി വെക്കാൻ പറ്റുള്ളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അത് ഏതാണ്? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. നാലാമത്തത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്, അഥവാ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങൾ നൽകുമ്പോൾ അത് തെറ്റുണ്ടാവരുതുപോലെ തന്നെ ബയാസ് ഇല്ലാത്ത രൂപത്തിലാകണം. അത് പ്രത്യേക ഒരു രീതിയിലേക്കുള്ള ഒരു ചായ്വ് ഉണ്ടാകരുത്. അഥവാ കൃത്യമായ മാനദണ്ഡത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെരിഫയബിൾ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിളാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2017 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് അടുത്ത വർഷത്തു കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി 2017 തന്നെ അക്കൗണ്ടിങ് വിത്ത് AIFS അതിൽ വന്ന ചില ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ഡാഷ്. അക്കൗണ്ടിങ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എക്കണോമിക് ട്രാൻസാക്ഷൻ, എക്കണോമിക് ഇവൻറ്റ്, ബോത്ത് എ ആൻഡ് ബി, നെയ്തർ. ഓപ്ഷൻ എ ആൻഡ് ബി. സോ അക്കൗണ്ടിങ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻ ആൻഡ് എക്കണോമിക് ഇവൻറ്റ്, അഥവാ ബോത്ത് എ ആൻഡ് ബി എന്നാണ് അതിൻ്റെ ഉത്തരം. നമുക്കറിയാം ബിസിനസ് ട്രാൻസാക്ഷൻ അഥവാ എക്കണോമിക് ട്രാൻസാക്ഷൻ, അതിനെയാണ് എക്കണോമിക് ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഓണർ ആൻഡ് ബിസിനസ് ആർ റെക്കോർഡഡ് ഡ്യൂ ടു ഡാഷ് പ്രിൻസിപ്പിൾ, അഥവാ ഉടമസ്ഥനും അതുപോലെ തന്നെ ബിസിനസ്സും തമ്മിലുള്ള ഇടപാട് എന്ത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തുന്നത്? താഴെ കുറച്ച് പ്രിൻസിപ്പിൾസ് തന്നിട്ടുണ്ട്. ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് എൻറ്റിറ്റി, മാച്ചിങ് പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. നമുക്കറിയാം അക്കൗണ്ടിങ് എൻറ്റിറ്റി ഉടമസ്ഥനും ബിസിനസ്സും രണ്ടാണ് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിട്ട് എഴുതുന്നത്, അഥവാ ഓണർ വേറെയും ബിസിനസ് വേറെയും എന്നൊരു സങ്കല്പം. അത് അക്കൗണ്ടിങ് എൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരം അക്കൗണ്ടിങ് എൻറ്റിറ്റിയാണ്. ഈ അക്കൗണ്ടിങ് എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ കൃത്യമായിട്ട് എന്താണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്താണ് അക്കൗണ്ടിങ് പ്രോസസ് സെർട്ടൈൻ ക്വാളിറ്റേറ്റീവ് ഫീച്ചർ, അഥവാ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. റിലയബിലിറ്റി, റെലവൻസ്, കമ്പാരബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഒരു 4 ക്വാളിറ്റീസ് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, എ ബിൽഡിംഗ് വർത്ത് Rs 10 lakh is purchased for rupees 8 lakh and recorded the same in the books of account at rupees 8 lakh. അഥവാ 10 ലക്ഷം രൂപ മൂല്യമുള്ള ഒരു ബിൽഡിങ് 8 ലക്ഷം രൂപക്ക് വാങ്ങി, അത് ആ 8 ലക്ഷം രൂപക്ക് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. 10 ലക്ഷത്തിൻ്റെ സാധനം 8 ലക്ഷത്തിന് വാങ്ങി, ദെൻ അത് 8 ലക്ഷത്തിന് തന്നെ രേഖപ്പെടുത്തി. ഇത് ഏത് നെയിം ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റെഫേർഡ് ഇൻ ദി അബോവ്, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏത് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. എക്സ്പ്ലെയിൻ ദാറ്റ് പ്രിൻസിപ്പിൾ. നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. അഥവാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ വെച്ചാൽ, ഫിക്സഡ് അസറ്റ് കമ്പനിയിൽ വാങ്ങുന്നത് ഏത് വിലക്കാണോ വാങ്ങിയത്, വാങ്ങിയ വിലക്കാണ് എഴുതി വെക്കുന്നത്, മാർക്കറ്റ് വാല്യൂലല്ല. അപ്പോൾ ഇവിടെ 10 ലക്ഷം മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ അതിനുണ്ട്, പക്ഷെ അത് വാങ്ങിയത് 8 ലക്ഷം രൂപക്കാണ്. സോ അത് വാങ്ങിയ വിലക്കാണ് ഫിക്സഡ് അസറ്റ് ബിസിനസ്സിൽ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിളാണ് അവിടെ പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വേണ്ടത്. ഓക്കെ, ഇനി 2018 വന്ന ചില ചോദ്യങ്ങൾ നോക്കാം.
നോട്ട്ബുക്ക് പർച്ചേസ്ഡ് ബൈ എ സ്റ്റേഷനറി ഷോപ്പ് കംസ് അണ്ടർ ഡാഷ്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ഓക്കെ, കംസ് അണ്ടർ ഏതിലെ താഴെ അസറ്റ്, ഇൻകം, പർച്ചേസ്, ലയബിലിറ്റി. ഇതിൽ ഏതിലാണ് ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നോട്ട്ബുക്ക് വാങ്ങിയാൽ ഏത് ഹെഡിലാണ് വരിക എന്നാണ് ചോദ്യം. അസറ്റാണോ, ഇൻകാണോ, പർച്ചേസാണോ, ലയബിലിറ്റി ആണോ? നമുക്കൊരു സ്റ്റേഷനറി കടയിൽ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ അത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ് അല്ലേ. സ്റ്റേഷനറി കടയിലാണ് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതായത് കൊണ്ട് തന്നെ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നത് നമ്മൾ പറയുന്ന പേര് പർച്ചേസ് എന്നാണ്. സോ പർച്ചേസ്, അതാണ് ഉത്തരം. അസറ്റ് അല്ല, പർച്ചേസ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതെ അസറ്റാന്നുള്ളതായിരിക്കും, പർച്ചേസാണ് ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കുക. ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കുക. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് അത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ടാണ് റിലേറ്റഡ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഒന്നാമത് നോക്കൂ. പർച്ചേസ്ഡ് 10 കിലോഗ്രാം റോ മെറ്റീരിയൽ ഫോർ ₹5,000 വാസ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ആസ് ₹5,000. അഥവാ 10 കിലോഗ്രാം അസംസ്കൃത വസ്തുക്കൾ വാങ്ങി, 5,000 രൂപ വിലയുള്ള 10 കിലോഗ്രാം അസംസ്കൃത വസ്തുക്കൾ വാങ്ങി. അത് ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തി. എത്ര? 5,000 രൂപയായിട്ട് തന്നെ 5,000 രൂപക്ക് വാങ്ങി എന്ന് രേഖപ്പെടുത്തി. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണത്. 10 കിലോഗ്രാം റോ മെറ്റീരിയൽ വാങ്ങിയതാണോ എഴുതി വെക്കേണ്ടത്, അതിൻ്റെ തുകയാണോ എഴുതി വെക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം ചിന്തിക്കുക. അവിടെ പണത്തിൻ്റെ രൂപത്തിൽ മാത്രമേ രേഖപ്പെടുത്തുള്ളൂ. പണത്തിൻ്റെ രൂപത്തിൽ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ അത് രേഖപ്പെടുത്തുള്ളൂ. സോ അത് മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. ആ പണത്തിൻ്റെ മൂല്യമാണ് 5,000 ആണ് രേഖപ്പെടുത്തി വെക്കുക, അല്ലാതെ റോ മെറ്റീരിയൽ അല്ല. 10 കിലോഗ്രാം റോ മെറ്റീരിയൽ എന്നല്ല എഴുതി വെക്കുന്നത്. അപ്പോൾ അത് മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. ബി നോക്കൂ. അസറ്റ് ഓഫ് ദി ബിസിനസ് ആർ ആൾവേസ് ഈക്വൽ ടു ദി ക്ലൈംസ് ഓഫ് ഓണേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തി എപ്പോഴും ഓണേഴ്സിൻ്റെയും ഉടമസ്ഥരുടെ അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെയും ക്ലൈംസിന് തുല്യമായിരിക്കും. ഇത് നമുക്കറിയാം, അക്കൗണ്ടിങ് ഇക്വേഷനിലാണ് കാര്യങ്ങൾ വരുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന കാര്യം വരുന്ന ഡുവാലിറ്റി പ്രിൻസിപ്പിൾസിലാണ്, നമുക്കറിയാം അല്ലേ, ഡുവാലിറ്റി പ്രിൻസിപ്പിൾ. സോ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഈ ഒരു സംഗതി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡുവാലിറ്റി പ്രിൻസിപ്പിളുമായാണ് റിലേറ്റഡ്. ഓക്കെ, ഇനി 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വന്ന ചില ചോദ്യങ്ങൾ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ് ഇസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ബിസിനസ് ഇടപാട് അല്ലാത്തത് ഏതെന്നാണ്. ഒന്ന്, ഫർണിച്ചർ പർച്ചേസ് ഫോർ ക്യാഷ്. 10% ഡെപ്റ്റേഴ്സ് ആർ ട്രീറ്റഡ് ആസ് എ ബാഡ്. ഗുഡ്സ് ആർ ഓർഡേഡ് ഫോർ നെക്സ്റ്റ് മന്ത്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ദി എംപ്ലോയീസ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇതിൽ ഏതാണ് ബിസിനസ്സിൻ്റെ ഇടപാടല്ലാത്തതെന്നാണ്. ഗുഡ്സ് ആർ ഓർഡേഡ് ഫോർ നെക്സ്റ്റ് മന്ത്, അതാണ് ആൻസർ. കാരണം നമുക്കറിയാം, ബിസിനസ്സിൽ അഡ്വാൻസുകൾ അതുപോലെ തന്നെ അഡ്വാൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. നമുക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതാണ് നമ്മൾ എഴുതി വെക്കുക. ഒരു വർഷം കൃത്യമായിട്ട് ഓരോ വർഷത്തേക്കാണ് അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ വർഷവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ എഴുതി വെക്കുക, നമുക്കറിയാം. സോ ആൻസർ ഗുഡ്സ് ആർ ഓർഡേഡ് ഫോർ നെക്സ്റ്റ് മന്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേറ്റ് ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഇഫ് എ ബിസിനസ് ചാർജസ് ഡിപ്രീസിയേഷൻ അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആൻഡ് ഇറ്റ് ഫോളോസ് ദ സെയിം മെത്തേഡ് ഇൻ ദി സബ്സീക്വൻറ്റ് ഇയർ. അഥവാ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഏതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബിസിനസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ അത് തന്നെയാണ് വരുന്ന എല്ലാ വർഷവും. ഒരു വർഷം ഒരു ബിസിനസ് സ്ഥാപനം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് നടപ്പിലാക്കിയത്. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ വർഷവും അത് തന്നെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി നമുക്കറിയാലോ. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോളിസി, ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിലും അത് തന്നെ തുടർന്ന് പോകുന്നതിനെ പറയുന്നവരാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയാൻ നോക്കൂ. ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഓണർ ഓഫ് ദി ബിസിനസ് ഈസ് ഡാഷ്. അഥവാ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ ആരായാണ് അറിയപ്പെടുന്നത്? സപ്ലയർ ആണോ, ക്രെഡിറ്റർ ആണോ, ഡെപ്റ്റർ ആണോ, ബോറോവർ ആണോ? ക്രെഡിറ്റർ ആണ് അല്ലേ. കാരണം എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ബിസിനസ് വേറെയും അതിൻ്റെ ഉടമസ്ഥൻ വേറെയും, അഥവാ അവരുടെ രണ്ടും പ്രവർത്തനങ്ങൾ രണ്ടായിട്ട് തന്നെ കാണാം എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലൊക്കെ നമ്മൾ ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്ററായാണ് പരിഗണിക്കപ്പെടുന്നത്. ആരെ? ബിസിനസ്സിൻ്റെ ഓണറെ.
നാലാമത്തെ ക്വസ്റ്റ്യൻ ഇൻകം റിസീവബിൾ ഈസ് എ ഡാഷ്, അഥവാ നമുക്ക് കിട്ടാനുള്ള വരവുകളെ നമ്മൾ എന്താ സൂചിപ്പിക്കുന്നത്? അതിന് അസറ്റാണ് അല്ലേ, ലയബിലിറ്റി ആണോ ലോസ് ആണോ പ്രോഫിറ്റോ? അസറ്റാണ്. കറൻറ്റ് അസറ്റായിട്ടാണ് ഇൻകം, അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവബിൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 2019 വന്ന ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദ അരിതമെറ്റിക്കൽ അക്യുറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്, അഥവാ നമ്മൾ ബിസിനസ് സ്ഥാപനത്തിലെ ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ അരിതമെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റ് ആണോ, ട്രയൽ ബാലൻസ് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ജേണലാണോ? നമുക്കറിയാം ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ അരിതമെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം ബിസിനസ്സിൻ്റെ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി, അതായത് ലാഭമാണോ നഷ്ടമാണോ എന്ന ട്രേഡിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്താണ് ജേണൽ. നമുക്കറിയാം ബിസിനസ്സിലെ ഇടപാടുകൾ ആദ്യമായിട്ട് എഴുതി വെക്കുന്നതിനാണ് എന്ത് പറയാം, ജേണൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പിക്ക് ഔട്ട് ദി റോങ് പെയർ, താഴെ നിൽക്കുന്നതിൽ നിന്ന് തെറ്റായിട്ടുള്ള പെയർ കണ്ടുപിടിക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിങ്, ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റർ, മെഷീനറി, കോപ്പിറൈറ്റ്, പാറ്റൻറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിങ് രണ്ടും ഫിക്സഡ് അസറ്റാണ്, അപ്പോൾ അതിൽ തെറ്റായിട്ടൊന്നുമില്ല. ക്യാഷ്, സ്റ്റോക്ക് രണ്ടും കറണ്ട് അസറ്റാണ്, അതും ഓക്കെയാണ്. ഡെപ്റ്റർ ആൻഡ് മെഷീനറി പറയുമ്പോൾ ഡെപ്റ്റർ കറണ്ട് അസറ്റാണ്, മെഷീനറി ഫിക്സഡ് അസറ്റാണ്, അപ്പോൾ അതാണ് അതിൽ പിന്നെ റോങ് ആയിട്ടുള്ള പെയർ. കോപ്പിറൈറ്റ്, പാറ്റൻറ്റ് രണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റാണ്, അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പെയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെപ്റ്റർ, മെഷീനറി, കാരണം ഒന്ന് കറണ്ട് അസറ്റ്, ഒന്ന് ഫിക്സഡ് അസറ്റാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതെല്ലാം അസറ്റാണ്, പക്ഷേ കൃത്യമായിട്ട് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയുന്ന ഒരാൾക്ക് ഈ ഒരു ആൻസർ കിട്ടുള്ളൂ. അഥവാ ടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈൽ പ്രിപ്പയറിംഗ് ദി ഫൈനൽ അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഈസ് ആഡഡ് ടു ദി വേജ് അക്കൗണ്ട്. ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് വേജ് അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അത് പറയുന്നത്. ഓക്കെ, മാച്ചിങ് പ്രിൻസിപ്പിൾ നമുക്കറിയാം ഓരോ വർഷവും കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും കൃത്യമായിട്ട് പരിഗണിക്കണം എന്നതിൽ നമ്മൾ പറയുന്നുണ്ട്. സോ മാച്ചിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി 2020 വന്ന ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, കറക്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പേഴ്സൺ ഹു ഹോസ് മണി ടു ദി ബിസിനസ് ഈസ് നോൺ ആസ്, അഥവാ ബിസിനസ്സിന് ഇങ്ങോട്ട് പണം തരാനുള്ള ആളുകളെ വിളിക്കുന്ന പേരെന്താ? ഡെപ്റ്ററാണോ, ക്രെഡിറ്ററാണോ, പാർട്ട്ണറാണോ? നൺ ഓഫ് ദിസ്. ഡെപ്റ്ററാണ് ആൻസർ അല്ലേ. ഇങ്ങോട്ട് പണം തരാനുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് ഇത് ക്രെഡിറ്റർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്. താഴെ തന്നിരിക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉദാഹരണം ഏതാണ്? സാലറി ആണോ, വേജ് ആണോ, റെൻ്റ് ആണോ, ഓഫീസ് എക്സ്പെൻസ് ആണോ? വേജസ് ആണല്ലേ. സാലറി, റെൻറ്റ്, ഓഫീസ് എക്സ്പെൻസ്, മറ്റു മൂന്ന് ചിലവുകൾ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷനുമായിട്ട്, ഉൽപ്പാദനവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ചിലവുകളെ പറയുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഉൽപ്പാദനവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ചിലവുകളെ പറയുന്ന പേരാണെന്ത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉദാഹരണമാണ് വേജസ്. ബാക്കി മൂന്നെണ്ണം ഇവിടെ തന്നിരിക്കുന്നത്, ബാക്കി മൂന്നെണ്ണം ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണമാണ്. ഡയറക്റ്റ് എക്സ്പെൻസിന് മറ്റു ഉദാഹരണം നമുക്ക് പറയാം കാരേജിന് വാടക, ഒക്ട്രോയ്, ഫ്രൈറ്റ് ഒക്കെ നമുക്ക് എന്തിനു പറയാം? ഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഓക്കെ, ഇനി 2020 തന്നെ വന്ന മറ്റു ചില ചോദ്യം നോക്കാം. നാലാമത്തെ നോക്കൂ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ചോദിക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു 3 ലക്ഷ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താ? ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്, സ്ഥാപനത്തിൻ്റെ പ്രവർത്തന റിസൾട്ടിൽ ലാഭമാണോ നഷ്ടമാണോ കണ്ടെത്തുക. ടു ഫൈൻഡ് ഔട്ട് ദി ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുക. മറ്റൊന്ന് ടു മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് റെക്കോർഡ്, ബിസിനസ്സിലുണ്ടാകുന്ന ഇടപാടുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അഞ്ചാമത് നോക്കൂ. സ്റ്റേറ്റ് വിച്ച് പ്രിൻസിപ്പിൾ ഓർ കൺസെപ്റ്റ് ആർ ആപ്ലിക്കബിൾ ഇൻ ദി ഫോളോയിങ് കേസ്. താഴെ തന്നിരിക്കുന്ന കേസസുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന്, ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ്. നമ്മൾ ഡൗട്ടബിൾ ഡെപ്റ്റൊക്കെ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് നമ്മൾ മാറ്റി വെക്കാറില്ല. പ്രൊവിഷനായിട്ട് ഡൗട്ടബിൾ ഡെപ്റ്റിന് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര തുക എന്ന് കാണാറുണ്ട്. അത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? ഗോയിങ് കൺസേൺ, അഥവാ ബിസിനസ് ഭാവിയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കും എന്നൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡൗട്ടബിൾ ഡെപ്റ്റിനൊക്കെ പ്രൊവിഷൻ മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗോയിങ് കൺസേണുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് നോക്ക്. ക്യാപിറ്റൽ ബ്രോട്ട് ബൈ ദി ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. ബിസിനസ്സിലേക്ക് ഉടമസ്ഥം കൊണ്ടുവന്ന പണമാണ് എന്ത്? ക്യാപിറ്റൽ, നമുക്കറിയാം അല്ലേ.
ആ ക്യാപിറ്റൽ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഏത് പ്രകാരമായിരിക്കും? അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലേ? അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഉടമസ്ഥനും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റിയാണ്. സോ അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രകാരമാണ് പറയുന്നത്. മൂന്നാമത്തെ നോക്കൂ, മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് ഇയർ ആഫ്റ്റർ ഇയർ. അഥവാ ഡിപ്രിസിയേഷൻ്റെ ഡിപ്രിസിയേഷൻ കാണാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നെങ്കിൽ എല്ലാ വർഷവും അത് തന്നെ ഫോളോ ചെയ്യുന്നത്, അഥവാ ആ ഒരു മെത്തേഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് ഏത് പ്രിൻസിപ്പിളാണ് സൂചിപ്പിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി അല്ലേ? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത. ആ ഒരു പ്രിൻസിപ്പിൾ പ്രകാരമാണ് അത് പറയുന്നത്. നാലാമത്തെ നോക്കൂ, അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്റ്റ്. അക്കൗണ്ടിങ് മെറ്റീരിയൽ ഫാക്റ്റ് അഥവാ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് തീർച്ചയായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയാലിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം മെറ്റീരിയൽ ആണ് ഇമ്മെറ്റീരിയൽ, അഥവാ എന്താണ് പ്രധാനമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിസിനസ്സിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള വിവരങ്ങൾ എന്ന് പറയാം മെറ്റീരിയൽ എന്ന് പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് ഫസ്റ്റ് 2 ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഈ രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓരോ പ്രിൻസിപ്പിളിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തരും. അപ്പോൾ അതിലൂടെ നമുക്ക് പ്രിൻസിപ്പിൾ ഏതാണെന്നും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അസറ്റ് തന്നിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ എക്സാമ്പിൾ എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണ്, ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ, മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ, ഗോയിങ് കൺസേൺ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.